ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണം 16-ാം ദിവസം. കിഷ്കിന്ധാകാന്ഡം ബാല്യവധം മുതൽ ക്രിയാമാർഗോപദേശം വരെയാണ് പാരായണം ചെയ്യേണ്ട ഭാഗം. സുഗ്രീവനുമായി യുദ്ധത്തിന് പുറപ്പെട്ട ബാലിയെ ഭാര്യയായ താര തടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങിപ്പോൾ യുദ്ധത്തിന് പോകരുത്. എനിക്ക് വല്ലാതെ ഒരു പേടി തോന്നുന്നു. അല്പം മുമ്പ് അങ്ങയോട് യുദ്ധത്തിൽ തോറ്റോടിയവനല്ലേ സുഗ്രീവൻ? അയാൾ വീണ്ടും യുദ്ധത്തിന് വരണമെങ്കിൽ ശക്തനായ ഒരു സഹായിയെ കിട്ടിയിരിക്കണം. ബാലി താരയോട് പറഞ്ഞു, സുന്ദരി, നീ അതേപ്പറ്റി വിഷമിക്കേണ്ട. എൻ്റെ കൈവിട്ട് അകത്തേക്ക് പോകൂ. ഞാൻ ശത്രുവായ സുഗ്രീവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. അവൻ ആരാണ് സഹായിയായി വരാൻ പോകുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും ഞാൻ ജയിച്ചു വരുന്നുണ്ട്. നീ വ്യസനിക്കരുത്. പോരിന് വിളിക്കുമ്പോൾ ശൂരന്മാർക്ക് ഗൃഹത്തിൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. രണ്ടുപേരെയും തോൽപ്പിച്ച് ഞാൻ ഉടനെ വരാം. താര വീണ്ടും പറഞ്ഞു, ഞാനൊരു കാര്യം കൂടി പറയാം. അത് കേട്ടതിന് ശേഷം അങ്ങ് ഇഷ്ടം പോലെ ചെയ്യൂ. നായാട്ടിന് പോയ അംഗദൻ എന്നോട് പറഞ്ഞ വിവരമാണ്. അയോധ്യ രാജാവിൻ്റെ പുത്രനായ രാമൻ അനുജനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതയോടും കൂടി ദണ്ഡകാരണ്യത്തിൽ വന്ന് താമസിച്ചിരുന്നു. അവിടെ വെച്ച് സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. ലക്ഷ്മണനോടൊന്നിച്ച് സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമൻ ഋഷിമുഖ പർവ്വതത്തിലെത്തി. അവിടെ വെച്ച് സുഗ്രീവനുമായി അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു. ബാലിയെ യുദ്ധത്തിൽ കൊന്ന് അങ്ങയെ വാനര രാജാവാക്കി വാഴിക്കാമെന്ന് രാമൻ സുഗ്രീവനോട് പ്രതിജ്ഞ ചെയ്തത്. ആ ധൈര്യം കൊണ്ടാണ് സുഗ്രീവൻ അങ്ങയെ വീണ്ടും പോരിന് വിളിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. അതങ്ങ് ദയവ് ചെയ്തനുസരിക്കൂ. അങ്ങ് സുഗ്രീവനോടുള്ള ശത്രുത ഉപേക്ഷിക്കൂ. അദ്ദേഹത്തെ യുവരാജാവായി വാഴിക്കൂ. രാമനെ അങ്ങ് ശരണം പ്രാപിക്കൂ. എന്നെയും അംഗദനെയും രാജ്യത്തെയും വരാൻ പോകുന്ന ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കൂ. ഇങ്ങനെ പറഞ്ഞ് താര ബാലിയുടെ കാല് പിടിച്ച് ദീനം കരഞ്ഞു. താരയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ബാലി പറഞ്ഞു, പ്രിയേ, സ്ത്രീ സ്വഭാവം കൊണ്ടാണ് നീ ഭയപ്പെടുന്നത്. സ്ത്രീകൾ പൊതുവെ ഭീരുക്കളാണല്ലോ. എനിക്ക് തീരെ ഭയം തോന്നുന്നില്ല. രാമൻ ലക്ഷ്മണനോടുകൂടി വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും എനിക്ക് രാമനോട് ഭക്തി ഉണ്ടാകും. രാമൻ സാക്ഷാൽ നാരായണനാണ്. ജഗൽ പ്രഭുവായ അവിടുന്ന് ഭൂമിയുടെ ഭാരം തീർക്കാനാണ് അവതരിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പരമാത്മാവായ അദ്ദേഹത്തിന് സ്വന്തക്കാരനെന്നോ അന്യരെന്നോ ഭേദബുദ്ധിയില്ല. അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ദേവശ്രേഷ്ഠനായ ഭഗവാൻ രാമൻ ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാണ്. തന്നെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനും കാരുണ്യത്തിൻ്റെ ഉറവിടവുമാണ്. സുഗ്രീവൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഞാൻ വേഗത്തിൽ അവനെ തോൽപ്പിക്കുന്നുണ്ട്. സുഗ്രീവനെ യുവരാജാവാക്കി വാഴിക്കാൻ നീ പറഞ്ഞുവല്ലോ. ഞാൻ ശൂരനാണെന്ന് എല്ലാവർക്കും സമ്മതനാണ്. പരാക്രമശാലിയായ ഞാൻ പോരിന് വിളിക്കുന്ന സുഗ്രീവനോട് എന്നെ യുദ്ധത്തിന് വിളിക്കരുത്, നിന്നെ യുവരാജാക്കാമെന്ന് ഭീരുക്കളെപ്പോലെ എങ്ങനെ പറയും? അതിനാൽ നീ ദുഃഖമുപേക്ഷിച്ച് അകത്തേക്ക് പോകൂ. കരയുന്ന താരയെ എങ്ങനെ സമാധാനിപ്പിച്ച് ബാലി സുഗ്രീവനോട് യുദ്ധത്തിന് പോയി. ബാലി വരുന്നതും കണ്ട പരാക്രമശാലിയും കഴുത്തിൽ പുഷ്പമാല അണിഞ്ഞവരുമായ സുഗ്രീവൻ മതിച്ച ആനയെപ്പോലെ ബാലിയോട് എതിർത്തു. സുഗ്രീവൻ ബാലിയെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ബാലി സുഗ്രീവനെയും ഇടിച്ചു. ശ്രീരാമനെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് സുഗ്രീവൻ യുദ്ധം ചെയ്തത്. ഇങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പ്രതാപശാലിയായ രാമൻ ഇന്ദ്രാസ്ത്രമെടുത്ത് വില്ലിൽ തൊടുത്തു. വൃക്ഷങ്ങൾ മറഞ്ഞു നിന്നുകൊണ്ട് കാതുവരെ വില്ലിൻ്റെ ഞാൺ വലിച്ച് ആ ദിവ്യാസ്ത്രത്തെ ബാലിയുടെ മാറിടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. ഇടിവാൾ പോലെ ചീറിപ്പാഞ്ഞു വന്ന ആ ശരം ബാലിയുടെ മാറിടം പിളർന്നു. ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് ബാലി മറിഞ്ഞു വീണു. അല്പസമയം മോഹലാസ്യത്തിൽപ്പെട്ട് കിടന്ന ശേഷം ബാലിക്ക് ബോധം തെളിഞ്ഞു. ബാലി തൻ്റെ മുൻഭാഗത്ത് വന്നു നിൽക്കുന്ന രാമനെ കണ്ടു. ഇടത് കൈയിൽ വില്ലും വലത് കൈയിൽ ഒരു ശരം ചുഴറ്റിക്കൊണ്ടുമാണ് നിന്നിരുന്നത്. മരവുരി വസ്ത്രമായി ഉടുത്തിരുന്നു. ശിരസിൽ ജടാമകുടം ധരിച്ചിട്ടുണ്ട്. വിശാലമായ മാറിടം, കഴുത്തിൽ വനമാല, നീണ്ടുരുണ്ട് തടിച്ച കൈകൾ, പുതിയ കറുകപ്പുല്ലിൻ്റെ നിറം. ഇടതുഭാഗത്ത് സുഗ്രീവനും വലതുഭാഗത്ത് ലക്ഷ്മണനും സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ രാമനെ കണ്ട ബാലി നിന്ദിച്ചുകൊണ്ട് പറഞ്ഞു, രാമ, എൻ്റെ നേരെ ശരം പ്രയോഗിക്കത്തക്ക വിധത്തിൽ ഞാൻ അങ്ങയ്ക്ക് എന്ത് തെറ്റാണ് ചെയ്തത്?
രാജധർമ്മത്തെ അവഗണിച്ചുകൊണ്ടാണല്ലോ അങ്ങ് മരം മറിഞ്ഞു നിന്ന് എൻ്റെ നേരം ശരം പ്രയോഗിച്ചത്. കള്ളനെപ്പോലെ ഒളിയമ്പെയ്തെന്നെ വീഴ്ത്തിയിട്ട് എന്ത് കീർത്തിയാണ് നേടാൻ പോകുന്നത്? അങ്ങ് ധീരക്ഷത്രിയനും മനുവിൻ്റെ വംശത്തിൽ പിറന്നവനുമാണെങ്കിൽ എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യുകയല്ലേ വേണ്ടിയിരുന്നത്? അങ്ങയ്ക്ക് സുഗ്രീവൻ എന്തുപകാരമാണ് ചെയ്തത്? ഞാൻ എന്താണ് ചെയ്യില്ല എന്ന് ശഠിച്ചത്? ഭാര്യയെ വനത്തിൽ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതിനാലാണ് അങ്ങ് സുഗ്രീവനെ ആശ്രയിച്ചതെന്ന് കേട്ടു. സീതയെ വീണ്ടെടുക്കലാണ് ആവശ്യമെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ? ലോകപ്രസിദ്ധമായ എൻ്റെ കീർത്തിയെപ്പറ്റി അങ്ങ് കേട്ടിട്ടില്ലേ? രാവണനെ രാക്ഷസ സൈന്യത്തോടെ ബന്ധിച്ച് ലങ്കയെ തന്നെ കുത്തിപ്പുഴുക്കിയെടുത്ത് ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുമായിരുന്നില്ലേ? രാമ, എല്ലാവരും അങ്ങേ ധർമ്മിഷ്ഠൻ എന്ന് വാഴ്ത്തുന്നു. വാനരനായ എന്നെ കാട്ടാളനെപ്പോലെ മറഞ്ഞു നിന്ന് കൊന്നിട്ട് എന്ത് ധർമ്മമാണ് അങ്ങ് നേടിയത്? വാനരമാംസം ആരും തിന്നാറില്ല. ആ സ്ഥിതിക്ക് എന്നെ ചതച്ചു കൊന്നതിന് എന്ത് ന്യായമാണ് അങ്ങേക്കുള്ളത്? പറയൂ. ഇങ്ങനെ പറഞ്ഞ ബാലിയോട് ശ്രീരാമൻ മറുപടി പറഞ്ഞു. ഞാൻ ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് വില്ലും ധരിച്ച് സഞ്ചരിക്കുന്നത്. ഞാൻ അധർമ്മികളെ കൊന്ന് ധർമ്മത്തെ സംരക്ഷിച്ചു വരുന്നു. മകൾ, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, മകൻ്റെ പത്നി ഇവരിൽ ആരെയെങ്കിലും സ്വീകരിക്കുന്നവൻ പാപിയാണ്. രാജാക്കന്മാർക്ക് കൊല്ലാൻ തക്കവനാണ്. അങ്ങ് അനുജനായ സുഗ്രീവൻ്റെ ഭാര്യയെ സ്വീകരിച്ചവനാണ്. ആ തെറ്റിനാണ് ധാർമ്മികനായ ഞാൻ അങ്ങയെ ശിക്ഷിച്ചത്. അങ്ങ് വെറും വാനരബുദ്ധിയോട് കൂടിയവനാണ്. അതാണ് സ്വന്തം സഞ്ചാരം കൊണ്ട് ലോകത്തെ പവിത്രീകരിക്കുന്ന മഹാത്കളെ തിരിച്ചറിയാൻ കഴിയാഞ്ഞത്. അവരോട് അധിക പ്രസംഗം പറയരുത്. രാമൻ പറഞ്ഞത് കേട്ട് ബാലി വല്ലാതെ ഭയപ്പെട്ടു. ധർമ്മപരിപാലനത്തിനായി അവതരിച്ച ഭഗവാനാണ് രാമൻ എന്ന് മനസ്സിലായി. ഭഗവാന്റെ ധർമ്മത്തെ ചോദ്യം ചെയ്തതിനാലാണ് ഭയപ്പെട്ടത്. ബാലി രാമനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, രാമ, രാമ, മഹാഭാഗനായ അങ്ങ് സാക്ഷാൽ പരമേശ്വരനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അറിവില്ലാതെ പറഞ്ഞു പോയ അധിക്ഷേപ വാക്കുകളെ അങ്ങ് സദയം പൊറുക്കണം. അങ്ങയുടെ ശരമേറ്റ് അതും അങ്ങയുടെ തിരുമുന്നിൽ വെച്ച് പ്രാണനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ഞാൻ ഭാഗ്യവാനാണ്. അങ്ങയെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടുള്ള മരണം യോഗികൾക്ക് പോലും ദുർലഭമാണ്. മരണസമയത്ത് പരവശനായി അങ്ങയുടെ തിരുനാമം ജപിച്ചാൽ പോലും പരമപദം പ്രാപിക്കാൻ കഴിയും. ആ സ്ഥിതിക്ക് അങ്ങയെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് മരിക്കുന്ന ഞാൻ എത്ര ധന്യനാണ്. ദേവാ, അങ്ങ് പരമപുരുഷനായ വിഷ്ണു ഭഗവാനാണെന്നും സീത ലക്ഷ്മി ഭഗവതിയാണെന്നും ബ്രഹ്മദേവന്റെ അപേക്ഷപ്രകാരം രാവണവധത്തിനായിട്ടാണ് അവതരിച്ചിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. രാമ, അങ്ങയുടെ സർവോത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിക്കാൻ പോകുന്ന എനിക്ക് അനുവാദം തന്നാലും. എന്നോട് തുല്യ ബലവാനാണ് എൻ്റെ മകനായ അങ്കദൻ. അവനിൽ അങ്ങേക്ക് ദയ ഉണ്ടാവണം. രാമ, അവിടുന്ന് എൻ്റെ മാറിൽ തറച്ചു കയറിയ ശരം പറിച്ചെടുത്ത് എൻ്റെ നെഞ്ചിലെ മുറിവിൽ ഒന്ന് തൊട്ടു തടവാൻ കരുണ ചെയ്യണം. അങ്ങനെ ആവാമല്ലോ എന്ന് പറഞ്ഞ് രാമൻ ബാലിയുടെ മാറിൽ തറച്ച ശരം പറിച്ചെടുത്തു. തൻ്റെ ശരമേറ്റ് ഹൃദയം പിളർന്ന് ഭൂമിയിൽ വീണ ബാലിയെ ശ്രീരാമൻ കുളിർമയുള്ളതും പരമസുഖത്തെ നൽകുന്നതുമായ തൃക്കൈ കൊണ്ട് തൊട്ടുതടവി. അതോടെ ബാലി ശരീരം ഉപേക്ഷിച്ച് പരമഹംസന്മാർക്ക് പോലും പ്രാപിക്കാൻ പ്രയാസമായ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. ബാലിയുടെ ഭാഗ്യം. രാമന്റെ ശരമേറ്റ് ബാലി മരിച്ചതോടെ ഭയപരവശരായ വാനരന്മാർ കിഷ്കിന്ധയിലേക്ക് ഓടിച്ചെന്നു. അവർ താരയോട് പറഞ്ഞു, രാജ്ഞി, ബാലി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്കദനെ രാജാവാക്കി വാഴിക്കൂ. മന്ത്രിമാരെ നിയമിക്കൂ. 4 ഗോപുരങ്ങളും അടച്ച് ഞങ്ങൾ പുരത്തെ രക്ഷിക്കാം. ബാലി മരിച്ച വിവരം കേട്ട താര തലയിലും മാറത്തും അടിച്ച് ഉറക്കെ കരഞ്ഞു. എനിക്ക് അങ്കദനെ കൊണ്ടും രാജ്യം, ധനം, നഗരം ഇവ കൊണ്ടും ഇനി എന്ത് പ്രയോജനം? ഇപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിനോടൊന്നിച്ച് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അഴിഞ്ഞ തലമുടിയോടും ധാരധാരയെ ഒഴുകുന്ന കണ്ണീരോടും കൂടി താര ഭർത്താവിൻ്റെ സമീപത്തേക്ക് ഓടി. ചോരയിൽ കുളിച്ച് പൊടി പുരണ്ടു കിടക്കുന്ന ബാലിയെ കണ്ട് നാഥാ നാഥാ എന്ന് ദീനം ദീനം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. ഹൃദയം തകർന്ന് വിലപിക്കുന്ന താര മുൻഭാഗത്ത് രാമനെ കണ്ടു. താര രാമനോട് കരഞ്ഞപേക്ഷിച്ചു, രാമ, ബാലിയെ കൊന്ന ശരം കൊണ്ടങ്ങ് എന്നെയും കൊല്ലൂ. എന്നാൽ എനിക്ക് ഭർത്താവ് പോയ ലോകത്തേക്ക് അദ്ദേഹത്തോടൊന്നിച്ചു പോകാമല്ലോ. അദ്ദേഹം എന്നെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവനാണ്. സ്വർഗത്തിൽ പോലും അദ്ദേഹത്തിന് ഞാനില്ലാതെ സുഖമുണ്ടാവില്ല. ഭാര്യാവിരഹ ദുഃഖം അങ്ങ് അനുഭവിക്കുന്നവനല്ലേ. അതിനാൽ എന്നെ ബാലിക്ക് നൽകി അദ്ദേഹത്തിൻ്റെ വിരഹദുഃഖം തീർക്കൂ. എന്നാൽ അങ്ങേക്ക് പത്നിദാന ഫലം കിട്ടും. ഇത്രയും രാമനോട് പറഞ്ഞ ശേഷം താര സുഗ്രീവനോട് പറഞ്ഞു, ബാലിയെ കൊന്ന് രാമൻ അങ്ങേക്ക് തന്ന വാനര രാജ്യത്തെ പത്നിയായ രുമയോടൊന്നിച്ച് സുഖമായി അനുഭവിച്ച് വാണുകൊള്ളൂ.
ഇങ്ങനെ പറഞ്ഞ് ദയനീയമായി കരയുന്ന താരയെ കണ്ട് മനസ്സലിഞ്ഞവനും വിശാല മനസ്കനുമായ രാമൻ തത്വോപദേശം കൊണ്ടവളെ സമാധാനിപ്പിച്ചു. താരെ, ഒരു വിധത്തിലും ദുഃഖിക്കാൻ അർഹനല്ലാത്ത ഭർത്താവിനെപ്പറ്റി ഭവതി വെറുതെ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഭവതി ഭർത്താവെന്ന് കരുതുന്നത് ശരീരത്തെയാണോ അതോ ജീവനെയാണോ? ശരീരം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. ത്വക്ക്, മാംസം, ചോര, എല്ല് എന്നിവ കൂടിച്ചേർന്ന് ഉണ്ടായതുമാണ്. കാലം, കർമ്മം, സത്വം, രജസ്, തമസ് എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിപ്പോൾ ഭവതിയുടെ മുൻപിൽ കിടക്കുന്നുണ്ട്. ആത്മാവായ ജീവനെയാണ് ഭർത്താവായി സ്നേഹിച്ചിരുന്നതെങ്കിൽ ആത്മാവ് യാതൊരുവിധ ദുഃഖവും ബാധിക്കാത്തവനാണ്. ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, നിൽക്കുന്നില്ല, നടക്കുന്നില്ല. സ്ത്രീയല്ല, പുരുഷനല്ല, നപുംസകവുമല്ല. എങ്ങും നിറഞ്ഞവനാണ്, ക്ഷമയില്ലാത്തവനാണ്, ഏകനും അദ്വിതീയനുമാണ്. ആകാശം പോലെ ഒന്നിനോടും ബന്ധപ്പെടാത്തവനാണ്, നിത്യനാണ്, ജ്ഞാനസ്വരൂപനാണ്, ശുദ്ധനാണ്. അപ്രകാരമുള്ള ആത്മാവിനെ ഉദ്ദേശിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? ശരീരമാണ് താനെന്ന തോന്നലാണ് അജ്ഞാനം. ആത്മാവാണ് താനെന്ന ബോധമാണ് ജ്ഞാനം. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും. അതോടെ എല്ലാ ദുഃഖങ്ങളും എന്നേക്കുമായി ഇല്ലാതാകും. ശ്രീരാമന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ തത്വം മനസ്സിലാക്കിയ താര ദുഃഖത്തെ അകറ്റി ജ്ഞാനോപദേശത്തെ ആഗ്രഹിച്ചുകൊണ്ട് രാമനോട് ചോദിച്ചു. രാമ, ദേഹം മരം പോലെ ജഡമാണ്. ജീവൻ ജ്ഞാനസ്വരൂപനുമാണ്. ജഡമായ ശരീരത്തിന് ബന്ധമുണ്ടാവാൻ വയ്യ. ജ്ഞാനസ്വരൂപനുമായ ജീവനും ബന്ധമില്ല. ആ സ്ഥിതിക്ക് സുഖവും ദുഃഖവും ആർക്കാണ്? സദയം പറഞ്ഞു തന്നാലും. ശ്രീരാമൻ പറഞ്ഞു, വിവേകമില്ലാത്തവന് ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ അവ താനാണെന്ന തോന്നലാണ് അഹങ്കാരം. അഹങ്കാരമാണ് ബന്ധം അനുഭവിക്കുന്നത്. സ്വപ്നം നിലനിൽക്കുന്ന കാലത്തോളം സ്വപ്നത്തിലെ സുഖദുഃഖങ്ങൾ സത്യമായി തോന്നപ്പെടുന്നില്ലേ? അതുപോലെ അജ്ഞാനം കൊണ്ട് ആത്മാവിൽ ആരോപിക്കപ്പെട്ട സംസാരവും തന്നെത്താൻ ഇല്ലാതാവില്ല. ആത്മവിസ്മൃതി അനാദിയാണ്. ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയിൽ നിന്നാണ് അഹങ്കാരമുണ്ടാകുന്നത്. അഹങ്കാരത്തിൻ്റെ സൃഷ്ടിയായ സംസാരം സത്യമല്ലെങ്കിലും അവിദ്യ നിലനിൽക്കുന്ന കാലത്തോളം സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കും. സംസാരത്തിൽ സത്യബുദ്ധി നിലനിൽക്കുമ്പോൾ രാഗം, ദോഷം അനുഭവപ്പെടുകയും ചെയ്യും. മനസ്സാണ് സംസാരം, ബന്ധം മനസ്സ് തന്നെ. മനസ്സടങ്ങിയാൽ സംസാരവും ബന്ധവും ഇല്ലാതായിത്തീരും. ആത്മാവ് മനസ്സിനോട് തന്മയീഭാവം പ്രാപിച്ച് മനസ്സിലെ അനുഭവങ്ങളെ തൻ്റേതായി തെറ്റിദ്ധരിച്ച് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. സ്ഫടികം ശുദ്ധമാണ്, നിറമില്ലാത്തതാണ്. അതിന് സമീപത്ത് ചുവപ്പോ നീലയോ നിറമുള്ള ഒരു പുഷ്പം വെച്ചാൽ പുഷ്പത്തിൻ്റെ ചുവപ്പും നീലയും നിറങ്ങൾ സ്ഫടികത്തിൽ പ്രതിബിംബം കാണിക്കാറില്ലേ? സ്ഫടികത്തിൽ ചുവപ്പോ നീലയോ നിറമില്ലെങ്കിലും ചുവപ്പും നീലയും നിറങ്ങൾ അതിലുള്ളതായി തോന്നപ്പെടുന്നു. അതുപോലെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇവ ആത്മാവിൽ പ്രതിബിംബിക്കുമ്പോൾ ആത്മാവ് അവയുടെ ഗുണങ്ങളോട് കൂടിയതായി തോന്നപ്പെടുകയാണ്. ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും അഭിമാനിക്കുമ്പോൾ താൻ ശരീരമാണെന്ന തോന്നലുണ്ടാവുന്നു. അതോടെ ആത്മസ്വരൂപത്തെ വിസ്മരിച്ച് അസ്വതന്ത്രനും ബന്ധനുമായി തീരുന്നു. ശരീരത്തെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളിൽ ആസക്തനായി അവയെ സമ്പാദിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലം അനുഭവിക്കാനായി ജനന മരണങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു. ആത്മവിസ്മൃതിയിൽ മുഴുകി ജീവൻ ആദ്യം മനസ്സിൽ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ 3 ഗുണങ്ങളെ കൊണ്ട് തനിക്ക് കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നു. സാത്വിക കർമ്മങ്ങളെ കൊണ്ട് സ്വർഗാദി ലോകങ്ങളിലേക്കുള്ള ഊർധ്വഗതിയുണ്ടാവുന്നു. രാജസ കർമ്മങ്ങളെ കൊണ്ട് വീണ്ടും മനുഷ്യനായി തന്നെ ജനിക്കുന്നു. തമോ ഗുണ കർമ്മങ്ങളുടെ ഫലമായിട്ട് മൃഗങ്ങളോ പക്ഷികളോ വൃക്ഷലതാദികളായോ ജനിക്കുന്നു. കർമ്മത്തിന് അധീനനായി ജനിച്ചും മരിച്ചും ജീവൻ പ്രളയകാലം വരെ ചുറ്റിത്തിരിയുന്നു. പ്രളയത്തിൽ ജീവൻ കർമ്മവാസനകളോടെ അവിദ്യയിൽ ലയിക്കുന്നു. സൃഷ്ടി ആരംഭിക്കുമ്പോൾ വീണ്ടും വാസനകളോടെ ജനിക്കുന്നു. പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഘടീയന്ത്രം പോലെ ജീവൻ ഇങ്ങനെ ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അനേക ജന്മങ്ങൾ കഴിയുമ്പോൾ പുണ്യവിശേഷം കൊണ്ട് ജീവമുക്തനും ശാന്തനുമായ ഒരു മഹാത്മാവിനോട് ബന്ധപ്പെടാൻ കഴിയുന്നു. അദ്ദേഹത്തോടുള്ള സത്സംഗം കൊണ്ട് മനസ്സ് ഈശ്വരനിലേക്ക് തിരിയുന്നു. അതോടെ എൻ്റെ കഥകളിൽ താല്പര്യമുണ്ടാകും. ഭഗവത് കഥകളെ നിരന്തരം കേൾക്കാൻ കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാകും. ഈശ്വരനെ മറക്കാൻ വയ്യാത്ത സ്നേഹമാണ് ഭക്തി. ഭക്തി കൊണ്ട് രജോ ഗുണ തമോ ഗുണവാസനകൾ നശിച്ച് മനസ്സ് ശുദ്ധമായി തീരും. അപ്പോൾ ഗുരുവിനെ ലഭിക്കും.
അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊണ്ട് മഹാവാക്യത്തിൻ്റെ അർത്ഥബോധമുണ്ടാകും. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയ്ക്ക് അതീതനായ ആത്മാവാണ് താനെന്ന ബോധമാണ് മഹാവാക്യത്തിൻ്റെ അർത്ഥം. ആത്മാവാണ് താനെന്ന അനുഭവജ്ഞാനം ഉണ്ടാകുന്നതോടെ അവിദ്യ നശിച്ച് സംസാരബന്ധത്തിൽ നിന്നും ശാശ്വതമായി മുക്തനായി തീരാനും കഴിയും. ഞാൻ ഭവതിക്ക് പറഞ്ഞു തന്ന ഈ ഉപദേശത്തെ എപ്പോഴും വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ ഒരിക്കലും സംസാര ദുഃഖങ്ങൾ ബാധിക്കില്ല. ഭവതിയും ഞാൻ ഉപദേശിച്ചതിനെ ശുദ്ധമായ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തുറപ്പിക്കൂ. എന്നാൽ പിന്നെ ഒരുവിധ സംസാര ദുഃഖങ്ങളും ഭവതിയെ സ്പർശിക്കില്ല. കർമ്മബന്ധത്തിൽ നിന്നും മുക്തനായി തീരുകയും ചെയ്യും. കഴിഞ്ഞ ജന്മത്തിൽ ഭവതി എന്നിൽ ഉറച്ച ഭക്തി ഉള്ളവളായിരുന്നു. അതിനാൽ ഭവതിയെ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ദർശനം തന്നത്. എപ്പോഴും എൻ്റെ സാരൂപ്യം ധ്യാനിക്കുകയും ഞാൻ ഉപദേശിക്കുന്നവരെ വിചാരം ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്യൂ. പ്രാരബ്ധമനുസരിച്ച് വന്നു ചേരുന്നവയെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളൂ. ഭവതിയെ ഇനി സംസാരവാസനകൾ ബന്ധിക്കില്ല. ശ്രീരാമന്റെ ഉപദേശം കേട്ട താര അത്യധികം ആശ്ചര്യപ്പെട്ടു. ശരീരാഭിമാനത്തിൽ നിന്നുണ്ടായ ദുഃഖത്തെ ഉപേക്ഷിച്ചു. ശ്രീരാമനെ നമസ്കരിച്ചു. ആത്മാനുഭവം കൊണ്ട് സന്തുഷ്ടയും ജീവമുക്തിയും ആയിത്തീർന്നു. പരമാത്മാവായ രാമനോട് അല്പസമയം സാധിച്ച സത്സംഗത്തിൻ്റെ പ്രഭാവത്താലാണ് താരയ്ക്ക് അവിദ്യ നശിക്കാനും മുക്തിയായി തീരാനും കഴിഞ്ഞത്. ശ്രീരാമൻ താരയോട് ചെയ്ത ഉപദേശത്തെ കേട്ട സുഗ്രീവനും അജ്ഞാനത്തെ നിശ്ശേഷം ഉപേക്ഷിച്ച് ശാന്തമായ മനസ്സോടു കൂടിയവനായി തീർന്നു. അനന്തരം ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, അങ്ങയുടെ ജ്യേഷ്ഠനായ ബാലിയുടെ ശേഷക്രിയകളെല്ലാം അംഗദനോടൊന്നിച്ചു ചെയ്യൂ. അങ്ങനെയാവാം എന്ന് പറഞ്ഞ് സുഗ്രീവൻ ബാലിയുടെ ശരീരത്തെ വലിയൊരു പല്ലക്കിൽ കിടത്തി പൂമാലകളെ കൊണ്ട് അലങ്കരിച്ചു. ശക്തരായ വാനരന്മാർ പല്ലക്കെടുത്തു. പെരുമ്പറ, ശംഖ് എന്നീ വാദ്യങ്ങൾ മുഴക്കി. അംഗദനോടും മന്ത്രിമാരോടും ബ്രാഹ്മണരോടും ഒന്നിച്ച് രാജകീയ ഉപചാരങ്ങളെ ബാലിയുടെ ശരീരം ദഹിപ്പിച്ചു. വിധി പോലെ ശേഷക്രിയ ചെയ്തു. സ്നാനം ചെയ്തു. അനന്തരം സുഗ്രീവൻ മന്ത്രിമാരോടുകൂടി വന്ന് രാമനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, രാജേന്ദ്ര, അങ്ങ് ഈ വാനര രാജ്യത്തെ പാലിച്ചാലും ഞാൻ അങ്ങയുടെ ദാസനാണ്. ലക്ഷ്മണനെ പോലെ ഞാനും അങ്ങയുടെ പാദങ്ങളെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൊള്ളാം. ശ്രീരാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാനും അങ്ങും ഒന്നല്ലേ? വേഗം പട്ടണത്തിൽ പ്രവേശിച്ച് സ്വയം അഭിഷേകം നിർവഹിപ്പിക്കൂ. ഞാൻ 14 കൊല്ലക്കാലം പട്ടണത്തിൽ പ്രവേശിക്കില്ല. എനിക്ക് വനവാസമാണല്ലോ. അനുജനായ ലക്ഷ്മണൻ പട്ടാഭിഷേകത്തിൽ പങ്കെടുത്ത് അങ്ങ് ഒന്നിച്ചു വരും. അങ്ങ് അംഗദനെ യുവരാജാവാക്കി വാഴിക്കണം. ഞാൻ സമീപത്തുള്ള ഈ പർവ്വതത്തിൽ മഴക്കാലം 4 മാസം കഴിച്ചുകൂട്ടാം. വർഷക്കാലം കഴിയുന്നതുവരെ അങ്ങ് രാജധാനിയിൽ സുഖമായി താമസിക്കൂ. മഴക്കാലം കഴിഞ്ഞ ഉടനെ ഞാൻ സീതാന്വേഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. സുഗ്രീവൻ രാമന്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കൽപ്പന പോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അനുവാദം വാങ്ങി ലക്ഷ്മണനോടൊന്നിച്ച് സുഗ്രീവൻ രാജധാനിയിൽ പ്രവേശിച്ചു. ലക്ഷ്മണന്റെ സാന്നിധ്യത്തിൽ വാനരന്മാരും ബ്രാഹ്മണരും ചേർന്ന് സുഗ്രീവനെ വാനര രാജാവായി വാഴിച്ചു. സുഗ്രീവൻ ലക്ഷ്മണനെ വിധി പോലെ പൂജിച്ചു. ലക്ഷ്മണൻ മടങ്ങി വന്ന് രാമനെ സേവിച്ചുകൊണ്ട് നിന്നു. അതിനുശേഷം രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് സമീപത്തുള്ള പ്രവർഷണ പർവ്വതത്തിലേക്ക് കയറി ചെന്നു. അവിടെ നല്ല ഒരു ഗുഹ കണ്ടു. അത് വൃത്തിയുള്ളതും വെയിലും മഴയും ബാധിക്കാത്തതുമാണ്. മഴക്കാലം 4 മാസം രാമൻ ലക്ഷ്മണനോടുകൂടി ആ ഗുഹയിൽ താമസിക്കാൻ നിശ്ചയിച്ചു. ഗുഹയുടെ സമീപത്ത് ധാരാളം ഫലമൂലങ്ങളും സുഗന്ധ പുഷ്പങ്ങളും ചെടികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറഞ്ഞ ഒരരുവി ഗുഹയുടെ സമീപത്തിൽ കൂടി ഒഴുകിയിരുന്നു. പല നിറങ്ങളോടും കൂടിയ പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്ന ആ പർവ്വതത്തിൽ ശാന്തസുന്ദരമായ ഒരു ഗുഹയിൽ രാമൻ ലക്ഷ്മണ സമേതനായി താമസിച്ചു. പ്രവർഷണ പർവ്വതത്തിലെ ഗുഹയിൽ ഫലമൂലങ്ങൾ ആഹാരമായി കഴിച്ചുകൊണ്ട് രാമൻ ലക്ഷ്മണനോടുകൂടി താമസിച്ചു വന്നു. കാറ്റിൽ ചലിക്കുന്നവയും ജലം നിറഞ്ഞവയും ഇടിമിന്നലോട് കൂടിയവയുമായ മേഘങ്ങൾ ആകാശത്തിലൂടെ നീങ്ങുന്നത് കണ്ടാൽ സ്വർണ്ണ ചങ്ങലയണിഞ്ഞ ആനകളാണോ എന്ന് തോന്നുമായിരുന്നു. പുതിയ പുല്ലു തിന്ന മൃഗങ്ങളും ധ്യാനങ്ങൾ തിന്ന പക്ഷികളും വികസിച്ച കണ്ണുകളോടെ രാമനെ നോക്കി നിന്നു. പരമാത്മാവാണ് മനുഷ്യനായി രാമൻ എന്ന പേരിൽ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി സിദ്ധന്മാർ മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ സ്വീകരിച്ച് രാമനെ സേവിച്ചിരുന്നു. ഒരു ദിവസം രാമൻ ശാന്തനായി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ലക്ഷ്മണൻ വിനയത്തോടെ പറഞ്ഞു, ജ്യേഷ്ഠ, ദണ്ഡകാരണ്യത്തിൽ വെച്ച് അങ്ങ് പറഞ്ഞു തന്ന മുക്തിമാർഗോപദേശം കൊണ്ട് അനാദിയായ അവിദ്യയിൽ നിന്നുമുണ്ടായ എൻ്റെ സംശയം നിശേഷം നശിച്ചിരിക്കുന്നു. ഇനി യോഗികൾ ക്രിയായോഗം കൊണ്ട് അങ്ങയെ ആരാധിക്കുന്ന സമ്പ്രദായം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
മോക്ഷപ്രാപ്തിക്കുള്ള സുഗമമായ അനുഷ്ഠാനമായി ഇതിനെ നാരദ മഹർഷിയും വ്യാസമഹർഷിയും പിതാമഹനായ ബ്രഹ്മാവും പറഞ്ഞു വരുന്നു. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും സ്ത്രീകൾക്കും ശൂദ്രർക്കും കൂടി മുക്തിപ്രദമാണ് ഇതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ ക്രിയായോഗത്തെ അങ്ങയുടെ ഭക്തനും അനുജനുമായ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാനും കരുണ ചെയ്യണം. ശ്രീരാമൻ മറുപടി പറഞ്ഞു, ഭഗവത് പൂജയാണ് ക്രിയായോഗം എന്ന് പറയുന്നത്. ആ പൂജാവിധി വിപുലമാണ്, പറഞ്ഞാൽ അവസാനിക്കാത്തതാണ്. എങ്കിലും ചുരുക്കി പറയാം. തൻ്റെ വേദത്തിൽ നിർദ്ദേശിച്ച പ്രകാരം ഉപനയനം കഴിഞ്ഞ് ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കണം. ശുദ്ധ മനസ്സോട് കൂടിയവനായി ഗുരു പറഞ്ഞു തരുന്ന സമ്പ്രദായത്തിൽ ഈശ്വരനായ എന്നെ പൂജിക്കണം. സ്വന്തം ഹൃദയത്തിലോ അഗ്നിയിലോ പ്രതിമയിലോ സൂര്യനിലോ സാളഗ്രാമശിലയിലോ പൂജിക്കാം. സൂര്യോദയത്തിന് മുൻപ് തന്നെ സ്നാനം ചെയ്ത് ശരീരശുദ്ധി വരുത്തണം. ശരീരത്തിൽ മണ്ണ് തേച്ച് മന്ത്രജപത്തോടു കൂടി വേണം സ്നാനം ചെയ്യാൻ. സ്നാനം കഴിഞ്ഞ് വേദത്തിൽ പറഞ്ഞ പ്രകാരം സന്ധ്യാവന്ദനം ചെയ്യണം. താൻ ചെയ്യുന്ന പൂജാകർമ്മം സഫലമായി തീരാൻ സങ്കല്പം ചെയ്യണം. ഗുരുവിനെ ഈശ്വരബുദ്ധിയോടെ നമസ്കരിക്കണം. ശിലാവിഗ്രഹത്തിലാണ് പൂജിക്കുന്നതെങ്കിൽ അഭിഷേകം ചെയ്യണം. മരം കൊണ്ടുണ്ടാക്കിയ പ്രതിമയാണെങ്കിൽ മാലയും പൂവും കൈകൊണ്ട് തുടച്ചു മാറ്റി വെള്ളം തളിച്ചാൽ മതി. ഗന്ധം, പുഷ്പം ഇവ സമർപ്പിച്ചുകൊണ്ടുള്ള പൂജ വേഗത്തിൽ ഫലസിദ്ധി തരുന്നതാണ്. നിഷ്കപടതയോടും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടി ദിവസേന പൂജിക്കണം. പ്രതിമയിൽ പൂജിക്കുമ്പോൾ മാല, വസ്ത്രം എന്നിവ കൊണ്ട് അലങ്കരിക്കുന്നത് നല്ലതാണ്. അഗ്നിയിലാണ് പൂജിക്കുന്നതെങ്കിൽ ഹവിസ് ഹോമിച്ചുകൊണ്ട് പൂജിക്കേണ്ടത്. സൂര്യനിൽ അർഘ്യം സമർപ്പിച്ചുകൊണ്ടും നിലത്ത് പത്മമിട്ടതിൽ മന്ത്രവർണ്ണങ്ങളെ ന്യാസിച്ചുകൊണ്ടും പൂജിക്കണം. ഭക്തൻ സമർപ്പിക്കുന്ന വെള്ളം പോലും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ആ സ്ഥിതിക്ക് ഭക്തിയോടെ നൽകുന്ന നിവേദ്യങ്ങൾ, പുഷ്പം, അക്ഷതം മുതലായവ എന്നെ സന്തോഷിപ്പിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? പൂജാദ്രവ്യങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷം വേണം പൂജ തുടങ്ങാൻ. നിലത്ത് ദർഭപുല്ലും അതിനു മുകളിൽ മാൻതോലും അതിനു മുകളിൽ വെള്ളവസ്ത്രവും വിരിച്ച് ഇരിപ്പിടമുണ്ടാക്കി അതിൽ വിഗ്രഹത്തിന് അഭിമുഖമായി ഇരുന്ന് വേണം പൂജിക്കാൻ. ശുദ്ധ മനസ്സോടെ തൻ്റെ ശരീരത്തിൽ അംഗനാസ്യം, കരനാസ്യം ഇവ ചെയ്യണം. 4 കലശങ്ങളിൽ വെള്ളം നിറച്ച് അർഘ്യം, പാദ്യം, ആചമനീയം, മധുപർക്കം എന്നിവയ്ക്കായി സങ്കല്പം കൊണ്ട് മുൻപിൽ വയ്ക്കണം. ആ 4 പാത്രങ്ങളിലെ ജലത്തെ മന്ത്രം ജപിച്ച് ശുദ്ധമാക്കി തീർക്കണം. ആ പാത്രത്തിൽ തുളസിപ്പൂവ്, ചന്ദനം എന്നിവ ഇടണം. അതിനുശേഷം പൂജകൻ സ്വന്തം ഹൃദയത്തിൽ ജീവകലയെ ധ്യാനിക്കണം. ആ ജീവകല തൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായി ഭാവന ചെയ്യുക. ആ ജീവകലയിൽ നിന്നും ഇഷ്ടദേവ സ്വരൂപേണ ഈശ്വരനായ എന്നെ ആവാഹിച്ച് വിഗ്രഹത്തിൽ സ്ഥാപിക്കുക. അതിനുശേഷം പാദ്യം, അർഘ്യം, സ്നാനം, വസ്ത്രം, ആഭരണങ്ങൾ മുതലായവ സമർപ്പിക്കണം. തൻ്റെ കഴിവിനനുസരിച്ചുള്ള പൂജാദ്രവ്യങ്ങളെ കൊണ്ട് എന്നെ ഭക്തിപൂർവ്വം പൂജിക്കുക. മനസ്സെപ്പോഴും നിഷ്കപടമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക കഴിവുണ്ടെങ്കിൽ കർപ്പൂരം, കുങ്കുമം, അകില്, ചന്ദനം ഇവ കലക്കിച്ചേർത്ത ജലത്തിൽ പുഷ്പങ്ങൾ മുക്കിയെടുത്ത് പൂജിക്കണം. വേദത്തിൽ പറഞ്ഞ പ്രകാരമുള്ള ദശാവരണ പൂജ ചെയ്യണം. നീരാജനം, ധൂപം, ദീപം, നിവേദ്യം എന്നിവയെ കൊണ്ട് വിസ്തരിച്ച് വേണം ആ പൂജ ചെയ്യാൻ. പൂജ എനിക്ക് സമർപ്പിക്കുന്നതെല്ലാം നല്ല ശ്രദ്ധയോടെ ചെയ്യണം. അതേ എനിക്ക് സ്വീകാര്യമായി തീരൂ. അഗസ്ത്യ മഹർഷി നിർദ്ദേശിച്ച പ്രകാരം കുണ്ഡം തയ്യാറാക്കി ഹോമം ചെയ്യണം. പൂജയോട് ബന്ധപ്പെട്ടതാണ് ഹോമവും. മൂലമന്ത്രം ജപിച്ചുകൊണ്ടോ പുരുഷസൂത്രമന്ത്രം കൊണ്ടോ വേണം ഹോമം ചെയ്യാൻ. ഹോമിക്കുമ്പോൾ അഗ്നികുണ്ഡത്തിൻ മധ്യത്തിൽ സ്വർണം പോലെ തേജസ്സോടു കൂടിയവനും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവനുമായ എന്നെ ധ്യാനിക്കണം. പാർഷദന്മാർക്ക് ബലി നൽകിയ ശേഷം ഹോമം സമാപിക്കണം. പിന്നീട് എന്നെ ധ്യാനിച്ചുകൊണ്ട് കുറച്ചു നേരം മൂലമന്ത്രം ജപിക്കണം. അനന്തരം ഇഷ്ടദേവതയായ എനിക്ക് താമ്പൂലം സമർപ്പിക്കണം. ഈശ്വരപ്രീതിക്കായി നൃത്തം, പാട്ട്, സ്തുതി, പാരായണം എന്നിവ നടത്തിക്കണം. ഹൃദയത്തിൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് വിഗ്രഹത്തിന് മുൻപിൽ ദണ്ഡനമസ്കാരം ചെയ്യണം. ഈശ്വരനായ ഞാൻ തന്ന പ്രസാദമായി കണക്കാക്കി വിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ നിന്നും പുഷ്പമെടുത്ത് ശിരസിൽ ധരിക്കുക. വിഗ്രഹസ്വരൂപിയായ ഭഗവാന്റെ 2 പാദങ്ങളും പിടിച്ച് നമസ്കരിച്ച് എന്നെ ഭയങ്കരമായ ഈ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഉദ്ഘോഷണം ചെയ്യുക. പൂജയുടെ ആരംഭത്തിൽ ഹൃദയത്തിൽ ജീവകലയിൽ നിന്ന് ആവാഹിച്ച് വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ച ചൈതന്യം തന്നിൽ തന്നെ വന്നു ലയിക്കുന്നതായി ഭാവന ചെയ്യലാണ് ഉദ്ഘോഷണം. ഇപ്രകാരം എന്നെ ഭക്തിയോടെ ദിവസേന പൂജിക്കുന്നവന് ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും. ഇങ്ങനെ ദിവസം തോറും വർദ്ധിച്ചു വരുന്ന ഭക്തിയോടെ എന്നെ പൂജിക്കുന്ന ഭക്തൻ എൻ്റെ സാരൂപ്യമുക്തിയും പ്രാപിക്കും. ലക്ഷ്മണ, ഇങ്ങനെ അത്യന്ത രഹസ്യവും
പരമപാവനവുമായ പൂജാവിധിയെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു. ഇതിനെ ദിവസേന കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവൻ എല്ലാ പൂജകളുടെയും ഫലം പ്രാപിക്കും, തീർച്ച. ഇപ്രകാരം പരമാത്മാവായ രാമൻ തൻ്റെ അംശവും ഭക്തനായ ലക്ഷ്മണന് ഉത്തമമായ ക്രിയായോഗം ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് രാമൻ പ്രാകൃത മനുഷ്യനെപ്പോലെ സീതാവിരഹ ദുഃഖം കൊണ്ട് ഉറക്കം പോലുമില്ലാതെ കരഞ്ഞുകൊണ്ടു കഴിഞ്ഞു. ഇതിനിടയിൽ ഒരു ദിവസം കിഷ്കിന്ധയിൽ ഹനുമാൻ മറ്റാരും കേൾക്കാതെ സുഗ്രീവനോട് പറഞ്ഞു, രാജാവേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. അങ്ങയുടെ നന്മയ്ക്കാണ് പറയുന്നത്. ശ്രീരാമൻ അങ്ങേക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് ചെയ്തത്. നന്ദിയില്ലാത്തവനെ പോലെ അങ്ങ് അത് തീരെ മറന്ന മാതിരി തോന്നുന്നു. പരാക്രമം കൊണ്ട് 3 ലോകങ്ങളിലും പ്രസിദ്ധമായ ബാലിയെ രാമൻ കൊന്നത് അങ്ങേക്ക് വേണ്ടിയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.